കരുനാഗപ്പള്ളിയിലെ ജിം സന്തോഷ് വധക്കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകാൻ എന്ന പേരിൽ പ്രതിയുടെ മാതാവിൽ നിന്ന് പണം വാങ്ങിയെന്ന് പരാതി. RYF അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി പുലത്തറ നൌഷാദ് 2,65,000 രൂപ വാങ്ങി എന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം. മകനെ രക്ഷിക്കാനാണ് പണം നൽകിയത് എന്ന് പ്രതി സാമുവിന്റെ അമ്മ ലളിത 24 പറഞ്ഞു. എന്നോട് ആദ്യം ഇങ്ങനെ ഒരു തുക പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലല്ല, ഞങ്ങൾ അകപ്പാട് ആദ്യം ഒരു 3 ലക്ഷം രൂപയുടെ തുക പറഞ്ഞു. ഇങ്ങനെ വിളിച്ച് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. അന്നേരം പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ മോള് വാ നമുക്കൊന്ന് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നൌഷാദ് എന്ന് പറഞ്ഞ പുള്ളി, ഞാൻ പുലത്തറ നൌഷാദ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെന്ന് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഇതിനെന്ത് കാര്യം വേണേലും ചെയ്തു തരാം, ഞാൻ CI പോയി കാണാം, അവർ ഇനി വീട്ടിൽ വരുത്തില്ല, അന്വേഷിക്കത്തില്ല, നമ്മളായിട്ട് ആളിനെ ഏൽപ്പിച്ചു കൊടുക്കത്തേ ഉള്ളൂ, നമുക്ക് മുൻകൂർ ജാമ്യമൊക്കെ എടുക്കാം, അതിന് ഇത്ര രൂപ ആവും, അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ അവർക്ക് നമ്മൾ കാശ് കൊടുത്തെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും, CIക്ക് അവർക്കെല്ലാം നമ്മളിത് കാശ് കൊടുത്ത് എങ്കിലേ നമുക്കിത് കറക്റ്റ് ചെയ്ത് തരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അരുൺ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. കൊല്ലത്ത് നിന്ന് അരുൺ, ഇത് RSPയുടെ യുവജന സംഘടനയുടെ നേതാവാണല്ലോ. ഔദ്യോഗികമായി അവരുടെ ഒരു പ്രതികരണമുണ്ടോ? ഈ പുലത്തറ നൌഷാദ് എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം നമുക്ക് തന്നെ ലഭിക്കുന്നത്. കാരണം ഈ പ്രതിയുടെ മാതാവ് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഇതുമായി ബന്ധപ്പെട്ട പരാതിയും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും കൈമാറുകയായിരുന്നു. ഈ മാതാവിന്റെ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ കേസുമായി ബന്ധപ്പെട്ട്, ജിം സന്തോഷ് കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഈ പ്രതിയെ പിടിക്കാൻ, ഈ സാമുവലിനെ പിടിക്കാൻ പോലീസ് ശ്രമിക്കുമ്പോഴാണ് ഈ കേസിൽ ആദ്യഘട്ടത്തിൽ പുലത്തറ നൌഷാദ് ഇടപെടുന്നത്. പോലീസുകാർ ഈ പ്രതിയെ പിടിക്കാതിരിക്കാൻ, തന്റെ മകനെ പിടിക്കാതിരിക്കാൻ വേണ്ടി പോലീസുകാർക്ക് പണം നൽകണം, ഒരു അടിയന്തര മീറ്റിംഗ് പോലീസിന്റെ ചേരുന്നുണ്ട്, അതിനു മുമ്പ് 1 ലക്ഷം രൂപ നൽകണമെന്നാവശ്യപ്പെട്ടാണ് പുലത്തറ സന്തോഷ് സമീപിച്ചത്. തുടർന്ന് 1 ലക്ഷം രൂപ സ്വർണം പണയം വെച്ച് നൽകി എന്നുള്ളതാണ് ഈ മാതാവ് പറയുന്നത്. പിന്നീട് പലപ്പോഴായി 1,60,000 രൂപ ഇത്തരത്തിൽ ഇവർ നൽകുകയും ചെയ്തു. അങ്ങനെ 2 ലക്ഷത്തിലധികം രൂപ, 2,60,000 രൂപ ഇവരുടെ കയ്യിൽ നിന്ന് ഈ പുലത്തറ സന്തോഷ് കൈപ്പറ്റി എന്നുള്ളതാണ് ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. പോലീസിന് ഇത് സംബന്ധിച്ച നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പണം നൽകാനെന്ന പേരിൽ ഈ വ്യക്തി ഈ അമ്മയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്നതായിരുന്നു പരാതി. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണവും പാരലായി തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ പോലീസിന് ഇപ്പോൾ പരാതി ലഭിച്ച സാഹചര്യത്തിൽ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ RYF നിലവിൽ പ്രതികരണത്തിനൊന്നും തയ്യാറായിട്ടില്ല. കാരണം RYFന്റെ ദേശീയ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് ഈ പുലത്തറ നൌഷാദ് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാൾ ഈ ബന്ധവും ഈ അധികാരവും ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ പ്രതിക്ക് വേണ്ട സഹായം നൽകാൻ താൻ ഇടപെടും എന്ന ഈ മാതാവിനെ ലളിതയെ ഉറപ്പ് നൽകിയത്. ഈ പ്രതിഭാഗം അഭിഭാഷകനൊപ്പം തന്നെ വാദിഭാഗം അഭിഭാഷകനും പണം നൽകേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ മകനെ ഈ കേസിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്ന് ഈ മാതാവിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു ഇയാൾ ചെയ്തത്. ഒരു പൊതുപ്രവർത്തകനാണ് ഇത്തരത്തിൽ വലിയ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് ഈ മാതാവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ പണം എങ്ങനെ കൈമാറി, അതിന്റെ തെളിവുകൾ അതൊക്കെ പോലീസിന് കൈമാറിയിട്ടുണ്ടോ അരുൺ രാജ്? 1 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് വഴിയും അത് ഇയാളുടെ അക്കൗണ്ടിലേക്കാണ് കൈമാറിയത്. ബാക്കി പണം ഇയാൾ നേരിട്ട് വാങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ഈ മാതാവിന്റെ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. പോലീസ് ഇത് ക്രോസ് ചെക്ക് ചെയ്തു. അതാത് സമയം, ഈ മാതാവിന്റെ മൊഴിയിൽ പറയുന്ന സമയം, സ്വർണം പണയം വെച്ചതിനും ഈ അക്കൗണ്ടിലേക്ക് പണം നൽകിയതിനും കൃത്യമായ തെളിവുണ്ട്. ഇതിന് പകരമായി ഈ ചോദ്യം ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഈ മാതാവിന് ഒരു ചെക്ക് ഇയാൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ ചെക്ക് പക്ഷേ പോലീസിന് ഇവർ ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരത്തിൽ പോലീസ് പറയുന്നത് ഇതിൽ വലിയ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. പോലീസിന്റെ പേരിൽ അത് കരുനാഗപ്പള്ളി CI ബിജു അടക്കമുള്ളവർക്ക് പണം നൽകണം എന്ന വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഈ അമ്മയിൽ നിന്ന് പണം വാങ്ങിയത് എന്നുള്ളതാണ് ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസ് ഇതുമായി ബന്ധപ്പെട്ട സൂചന ലഭിച്ചുടൻ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയിരുന്നു. ഇതിൽ കൂടുതൽ പോലീസിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ പോലീസ് ഇക്കാര്യത്തിൽ FIR അടക്കം രജിസ്റ്റർ ചെയ്യും. വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. കാരണം പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിലും വാദിഭാഗം പ്രോസിക്യൂഷന് വേണ്ടിയും പണം വാങ്ങി എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ നിലവിൽ ഉയർന്നിട്ടുള്ളത്. ആ ആരോപണത്തിന് നിജസ്ഥിതി വെളിപ്പെടുത്താൻ പോലീസ് ഇപ്പോൾ വലിയ വിശദമായ അന്വേഷണം തന്നെ ഇപ്പോൾ കരുനാഗപ്പള്ളി ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ആരംഭിച്ചു കഴിഞ്ഞു. ശരി അരുൺ രാജ്, പോലീസ് നൽകാൻ എന്ന പേരിലാണ് ഇത്തരത്തിൽ പണം തട്ടിയെടുത്തത്. അരുൺ രാജാണ് കൊല്ലത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്.